Hello everyone, welcome to Xylem Learning. It's me Mufida. കുട്ടികളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോ കൊണ്ടുപോകാം. സോ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ, അത് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം വരിക, അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്നൊക്കെയാണ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ നമുക്കറിയാം ഈ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. എല്ലാ ഒബ്ജക്ട്സും അല്ലെ, എവറി ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. എല്ലാ ഒബ്ജക്ട്സ് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യാണ് അല്ലെ. അപ്പം ഇവിടെ നമ്മൾ രണ്ട് ഒബ്ജക്ട്സിനെ എടുത്തിട്ടുണ്ട്. അപ്പം ഇവരെന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം M1 M2 ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ D ആണെന്ന് വിചാരിച്ചോളൂ. അപ്പം അട്രാക്ട് ചെയ്യാൻ മീൻസ് അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. എല്ലാ ഒബ്ജക്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു F is equal to a constant G into mass of one object into mass of another object M2 divided by the square of distance between them, that is D square. This is the gravitational force എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ജിക്ക് ഒരു വാല്യൂ ഉണ്ട്, അത് നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കണം. ആൻഡ് G is equal to 6.67 into 10 raised to minus 11 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള എല്ലാ പ്രോബ്ലംസും ന്യൂമറിക്കൽസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് നോക്കാം ഏതെല്ലാം ടൈപ്പ് ആണ് ആ ന്യൂമറിക്കൽസ് എന്നല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹിയർ. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. നിങ്ങൾ എപ്പോഴും വട്ടം കറക്കും, പക്ഷേ ആക്ച്വലി വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കി കുട്ടികളെ, two particles A and B of mass M1 and M2 are placed at some distance. If the mass of each of two particles is double, keeping the distance between them unchanged, the value of gravitational force between them will be. അല്ലേ, നമുക്ക് രണ്ട് ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? M1 ഉണ്ട്, M2 ഉണ്ട്. അവർ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്, D ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെയുള്ള ഫോഴ്സ് എന്താ നമുക്കറിയാം അല്ലെ. F is equal to G into M1 M2 divided by D square. നമുക്ക് അറിയുന്ന കേസ്. കുട്ടികളെ, അപ്പൊ നമ്മളോട് ഇവിടെ പറയാണ്, ഇവിടെ മാസ് M1 എന്താക്കിയിട്ടുണ്ട്, അവർ ഡബിൾ ആക്കിയിട്ടുണ്ട് അല്ലെ. ഡബിൾ മീൻസ് 2 into M1 ആക്കിയിട്ടുണ്ട്. M2 എന്ത് ചെയ്തിട്ടുണ്ട്, ഡബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ 2 into M2 എന്നാക്കിയിട്ടുണ്ട്. ഡിസ്റ്റൻസ് അവർ ഒന്നും ചെയ്തിട്ടില്ല, അതല്ലേ, അൺചേഞ്ച്ഡ് ആണ്. സോ ഡിസ്റ്റൻസ് എന്താണ്, D തന്നെയാണ്. സോ നമുക്ക് പുതിയ ഫോഴ്സ് അല്ലെ F ഡാഷ് കണ്ടുപിടിക്കാം. F dash is equal to G into M1 M2 അല്ലെ. M1 ന്റെ പകരം നമ്മൾ പുതിയ മാസ് കൊടുക്കും, 2M1 കൊടുക്കും. M2 ന്റെ പകരം 2M2 എന്നും കൊടുക്കും. സോ G into 2M1 into 2M2 divided by D square എന്ന് എഴുതും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? F dash is equal to G into 4M1 M2 divided by D square അല്ലെ. നേരത്തെ 2 into 2 വരുമ്പോ അത് 4 ആവില്ലേ, 4 ആകും. So that is equal to 4 into G into M1 M2 divided by D square. We will get F dash is equal to 4 into G M1 M2 divided by D square. So നോക്കിയ കുട്ടികളെ, ഈ G into M1 M2 divided by D square എന്ന് പറയുന്നത് അല്ലേ നമ്മൾ F എന്ന് പറയുന്നത്. സോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം 4 times, ഓപ്ഷൻസ് ഒക്കെയാണ്, നിങ്ങൾക്ക് 4 times എന്ന് പറയും. അല്ലെങ്കിൽ we can write F dash is equal to 4F. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ആൻസർ 4 times ആകും എന്നും എഴുതിയാൽ മതി ട്ടോ. അപ്പൊ കുട്ടികളെ, നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. നോക്കിയേ, എന്താണ്? How does the force of gravitation between objects change when the distance between them is reduced to half? അല്ലെ, ഡിസ്റ്റൻസ് ഹാഫ് ആക്കുന്നു. നമ്മൾ ഒന്നും നോക്കണ്ട, നമുക്ക് ആദ്യം നമ്മൾ അറിയുന്ന ഇക്വേഷൻ അങ്ങോട്ട് എഴുതി കൊടുക്കാം. നമുക്ക് അറിയുന്ന ഇക്വേഷൻ, രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട് അല്ലെ, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആണ്, ഇയാളുടെ M1 ആണ്, ഇയാളുടെ M2 ആണെങ്കിൽ F is equal to എന്താണ്, G into M1 M2 divided by D square. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ സൈഡിൽ നിർബന്ധമായിട്ടും എഴുതി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, നമ്മളോട് പറയുന്നു how does the force of gravitation between the two objects
ചേഞ്ച് വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇസ് റെഡ്യൂസ്ഡ് ഹാഫ്. നമ്മൾ ഇവിടെ ഡിസ്റ്റൻസ് എന്താക്കുന്നു, ഹാഫ് ആക്കുന്നു. മാസിനെ കുറിച്ചൊന്നും നമ്മളോട് പറയുന്നില്ല. സോ മാസ് m1 തന്നെയാണ്, m2 എന്താണ്, m2 തന്നെയാണ്. പക്ഷേ ഡിസ്റ്റൻസ് എന്തായിട്ടുണ്ട്, ഹാഫ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു ഡി, ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ 2 അല്ലേ? ശരിയല്ലേ? അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ സൈഡിൽ എഴുതി വെക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് എന്ത് കിട്ടും, നമുക്ക് ആൻസറിലോട്ട് പോകാൻ പറ്റും. അപ്പൊ നമ്മൾ പുതിയ അല്ലെ ചോദിച്ചിട്ടുള്ളത്, ഹൗ ഡസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താകും എന്നാണ് ചോദിച്ചില്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താകും, പുതിയ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ഡാഷ് എന്നെടുക്കാം. സോ ദാറ്റ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു എന്താ, നമ്മളെ പുതിയ മാസ് m1 m2 അല്ലെ, മാറ്റൊന്നുമില്ല. m1 into m2 divided by distance ന് ഒരു ചേഞ്ച് ഉണ്ട്, എന്താണ്, ഹാഫ് ആവാണ് അല്ലേ. സോ d divided by 2 the whole square, that is equal to g into m1 into m2 divided by d square divided by 4 എന്ന് വരും. സോ കുട്ടികളെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 4ന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ 4 into g into m1 m2 divided by d square എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. നമുക്കറിയാം ഈ g into m1 m2 divided by d square ആണ് നമ്മുടെ f എന്ന് പറയുന്നത് അല്ലേ. സോ we will get f dash is equal to again 4f എന്ന് കിട്ടും അല്ലേ. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മളോട് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ പറയും മാസ് എന്തെങ്കിലും ഡബിൾ ആക്കുന്നു അല്ലെ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഹാഫ് ആക്കുന്നു എന്നൊക്കെ പറഞ്ഞാല് എന്ത് ചേഞ്ച് ആണോ വരുന്നത് അത് മാത്രം അല്ലെ. ചിലപ്പോൾ 2m, ചിലപ്പോൾ d/2, ചിലപ്പോൾ 4 ടൈംസ് ആക്കുന്നു എന്ന് പറയുമ്പോൾ 4m ഇട്ട് കൊടുക്കണം. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് അല്ല, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ചിന്തിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇനി ആരും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് തെറ്റിക്കാൻ പാടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. സോ ദിസ് ഇസ് യുവർ question. കുട്ടികളെ നോക്കി, നമ്മുടെ മൂന്നാമത്തെ question is this: the mass of earth is 6 into 10 raised to 24 kilogram and that of moon is 7.4 into 10 raised to 22 kilogram. If the distance between the earth and moon is എത്രയാ തന്നിട്ടുള്ളേ, 3.84 into 10 raised to 5 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അവിടെ തന്നെ നമുക്കൊരു കാര്യം കിട്ടണം. പിന്നെ calculate the force exerted by the earth on the moon, and here we have the g is equal to 6.7 into 10 raised to minus 11 എന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റൈസ് ടു -2 ആയിരുന്നു കേട്ടോ യൂണിറ്റ്. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ജീന്റെ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. ബൈ ഹാർട്ട് ചെയ്യാൻ മീൻസ് എപ്പോഴും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എപ്പോഴും നമുക്ക് പ്രോബ്ലത്തിൽ അത് തരാറില്ല. സോ മക്കളെ നമുക്ക് നോക്കാം എന്താണ്. ദ മാസ് ഓഫ് എർത്ത് ഈസ് 6 into 10 raised to 24 kilogram and that of moon is 7.4 into 10 raised to 22 kilogram. If the distance between the earth and the moon is 3.84 into 10 raised to 5 kilometer, calculate the force exerted by the moon on earth, and here g is given. എത്രയാ g തന്നിട്ടുള്ളേ, g is equal to 6.7 into 10 raised to minus 11 എന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. കാരണം എന്താ, നമ്മൾ വിചാരിക്കും ഓ ഇക്വേഷൻ എനിക്ക് അറിയാം, പിന്നെ വാല്യൂസ് തന്നിട്ടുണ്ട്, സോ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മാത്രം പോരെ എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വാല്യൂസിലോട്ട് ഒന്ന് നോക്കിക്കേ. എത്രയാ, 7.4 into 10 raised to 22, പിന്നെയോ 3.84 into 10 raised to 5 അല്ലെ. ഈ പവേഴ്സ് കൊണ്ട് ഡെസിമൽസ് എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എല്ലാം കൂടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആകെ പ്രശ്നമായി പോകും അല്ലെ. സോ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന കാര്യങ്ങളെ എടുത്തെഴുതുക. സോ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും നമുക്ക് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇങ്ങനെ എടുത്തെഴുതേണ്ട കാര്യമില്ല. സോ ഗിവൺ എന്തൊക്കെ തന്നിട്ടുണ്ട്, m1 അല്ലെ, മാസ് ഓഫ് എർത്ത് തന്നിട്ടുണ്ട്. നമുക്ക് m1 എന്ന് എടുക്കാം. എത്രയാ, 6 into 10 raised to 24 തന്നിട്ടുണ്ട്. m2 മാസ് ഓഫ് മൂൺ ഇസ് ഈക്വൽ ടു എത്ര തന്നിട്ടുള്ളേ, 7.4 into 10 raised to 22 അല്ലെ. 7.4 into 10 raised to 22. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു, ഇവിടെ ഡെസിമൽ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡെസിമലിലെ പവേഴ്സ് ആക്കി മാറ്റും, ഡെസിമലിൽ മാറ്റുക. സോ എനിക്ക് എങ്ങനെ ചെയ്യാം, 74 ഇൻറ്റു എന്ന് ചെയ്തൂടെ. ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആള് കുറയും അല്ലെ. അപ്പൊ 10 raised to 21 എന്ന് എനിക്ക് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 74 10 raised to 21 എന്ന് എഴുതാം. നെക്സ്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഡിസ്റ്റൻസ് d is equal to എത്രയാ, 3.84 into 10 raised to 5 കിലോമീറ്റർ ആണ്, കിലോമീറ്റർ ആണ്. അപ്പൊ ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം, മാറ്റണം. അപ്പം രണ്ട് ഡെസിമലിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പൊ 384 ഇൻറ്റു രണ്ട് നമ്പേഴ്സിനെ മാറ്റുമ്പോൾ 2 ടെൻസ് കുറക്കണം. സോ 10 raised to 3
കിലോമീറ്റർ. അപ്പൊ നമ്മൾ ഇവിടെ അങ്ങോട്ട് നിർത്തി വെക്കുക. ഡിസ്റ്റൻസ് കിട്ടി, കിലോമീറ്ററിലാണ് കിടക്കുന്നത്, നമ്മൾ ആരും ശ്രദ്ധിക്കില്ല. വി ഹാവ് ടു കൺവേർട്ട് ദിസ് കിലോമീറ്റർ ഇൻ ടു മീറ്റർ. ദാറ്റ്സ് എ മെയിൻ പോയിന്റ്. അല്ലെങ്കിൽ നമുക്ക് ആൻസർ തെറ്റിപ്പോ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ കിലോമീറ്ററിന്റെ മീറ്ററിലൊക്കെ മാറ്റാൻ നമുക്ക് അറിയാം അല്ലെ. 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1000 എന്ന് പറയുന്നതാണ് 10⁻³ സോ നമുക്കറിയാം 384 into 10⁻³ into 10⁻³. ഈ 10⁻³ into 10⁻³ പലരും ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ചിലർ ചെയ്യും 10⁻³ into 3, അതായത് 10⁻9 എന്നൊക്കെ എഴുതി വെക്കും. നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ആഡ് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. അത് ഇസ് ഈക്വൽ ടു 384 into 10⁻³ + 3 എന്നാണ് വരിക. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ എഴുതാം 384 into 10⁻6 മീറ്റർ എന്നാണ് നിങ്ങൾക്ക് കിട്ടുക. കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ 10⁻x into 10⁻y എന്ന് പറഞ്ഞാൽ 10⁻x + y ആണ് കേട്ടോ. ഇവിടെ നമ്മൾ എന്താ ചെയ്തേ, 384 into 10⁻³ into 10⁻³ എന്നായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ചെയ്തേണ്ടത് 384 അതുപോലെ എഴുതാ, ഈ 10⁻³ + 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 384 into 10⁻6 എന്നാണ് ആൻസർ വരിക. ഈ ഒരു കാര്യം ചിലപ്പോൾ പലർക്കും തെറ്റിപ്പോവും. അപ്പൊ ഇനി നിങ്ങൾ ആരും ഇത് തെറ്റിക്കാൻ പാടില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് ഇറേസ് ചെയ്യണേ. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് കിട്ടി. എത്രയാണ് നമ്മുടെ ഡിസ്റ്റൻസ്? 384 into 10⁻6 മീറ്റർ. ആൻഡ് m1 is also given, m2 is also. ഇനി ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരാളും കൂടെ ഉണ്ട്, നമ്മുടെ ജിന്റെ വാല്യൂ. ജിയിൽ എന്തുണ്ട്? ഡെസിമൽ ഉണ്ട്. സോ വി ഹാവ് ടു കൺവേർട്ട് അല്ലെ. എങ്ങനെ ആക്കി മാറ്റണം? ദാറ്റ് ഇസ് ഈക്വൽ ടു 67 into 10⁻². ഇവിടെ -11. നേരത്തെ നമ്മൾ കുറക്കുകയാണെങ്കിൽ ഇനി കൂട്ടുകയാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് എത്ര കിട്ടും? ഒരു പോയിന്റിനെ മാറ്റിയെങ്കിൽ 10⁻11 -1 ചെയ്യുമ്പോൾ 10⁻12 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ എല്ലാരും ഡെസിമൽ മാറ്റുക, അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ എല്ലാം നമുക്ക് ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഇക്വേഷൻ ആൻഡ് വി നോ ദ ഇക്വേഷൻ. F is equal to G into m1 m2 divided by d square. This is the equation അല്ലേ. ഓക്കെ, ഞാൻ ഈ ജസ്റ്റ് കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി എത്രയാ നമുക്കറിയാം, 67 അല്ലെ. 67 into 10⁻12 into m1 എത്രയായിരുന്നു? 6 into 10⁻24. എത്രയായിരുന്നു m2 കുട്ടികളെ നോക്കിയേ? 7 point ആയിരുന്നു. നമ്മൾ മാറ്റി എന്താക്കി? 74 into 10⁻21 ആക്കി അല്ലേ. അപ്പൊ 74 into 10⁻21 ആക്കി ഡിവൈഡഡ് ബൈ ഡി എത്രയാ? 384 into 10⁻6. 384 into 10⁻6 the whole square. എങ്ങനെ എഴുതി കഴിഞ്ഞാലേ ഇതാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? കാര്യങ്ങളെല്ലാം കാൽക്കുലേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ഒരു ആൻസർ കിട്ടണം. അപ്പൊ ഇത്രയും സെറ്റ് ആണോ? ഇത്രയും ഓക്കെ ആയിരിക്കും അല്ലെ. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. സോ ഇനി നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് നമ്പേഴ്സ് ഏതൊക്കെയാ? ഇവിടെ ഉണ്ട് അല്ലെ. പവേഴ്സ് കിടക്കുന്ന 10⁻, വേറെ കളർ കൊണ്ട് എഴുതാം. 10⁻−12 ഉണ്ട്, ഇവിടെ 10⁻24 ഉണ്ട്, ഇവിടെ 10⁻21 ഉണ്ട് അല്ലെ. താഴത്തെ പിന്നെ അവിടെ നിൽക്കട്ടെ. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്പേഴ്സിനൊക്കെ ഒരുമിച്ച് എഴുതാം അല്ലെ. 67 into 6 into പിന്നെയോ 74 into പിന്നെ നമ്മൾ 10⁻−12 into പിന്നെയോ 10⁻24 into പിന്നെയോ 10⁻21 ഡിവൈഡഡ് ബൈ എത്രയാ? 384 സ്ക്വയർ into 10 നമ്മൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണേ. 10⁻6 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വിചാരിക്കും അതിന്റെ സ്ക്വയർ ആയിരിക്കും വിചാരിക്കും. അങ്ങനെയല്ല, 6 into 2 ആയിരിക്കും കേട്ടോ. 10⁻6 into 2 പറയുമ്പോൾ 10⁻12 എന്ന് വരും അല്ലേ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാദ്യം ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം. ആ 10 പവേഴ്സ് ഒക്കെ അവിടെ കിടക്കട്ടെ. ആദ്യം നിങ്ങൾ ഈ ഒരു കാൽക്കുലേഷൻ വേണം ആദ്യം നിങ്ങൾ ചെയ്യാൻ. 6 നിങ്ങൾക്ക് കട്ട് ചെയ്യും, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0. നിങ്ങൾ ചെയ്യണേ 0.201 എന്നായിരിക്കും കിട്ടുക. അത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഇവരെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവരെ ശ്രദ്ധിക്കുക. ഇവരെ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
നമുക്കിവിടെ ആരൊക്കെയുണ്ട്? 10⁻12 ഉണ്ട്, 10⁻24 ഉണ്ട്, 10⁻21 ഉണ്ട്. താഴെ എന്തുണ്ട്? 10⁻12 മാത്രം കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ 10⁻12 മേലോട്ട് മാറ്റാണ്. അപ്പൊ മേലേക്ക് പോകുമ്പോൾ അയാൾ എന്താകും? -12 ആയിട്ട് മാറും. -12. സോ നമുക്കിവിടെ എന്തൊക്കെയാണ്? 10⁻12 ഇൻറ്റു എത്രയാ? പിന്നെ 10⁻24 ഇൻറ്റു പിന്നെയോ 10⁻21 അല്ലെ? 10⁻21 ഇൻറ്റു പിന്നെ താഴെ മേലേക്ക് വന്നപ്പോ 10⁻12 ആയിരുന്നു, മേലോട്ട് വന്നപ്പോൾ നെഗറ്റീവ് ആയിട്ട് മാറും കേട്ടോ. 10⁻12. ഇവിടെ നമ്മൾ ഇതെല്ലാം കൂടെ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇതെല്ലാം കൂടെ ചെയ്തപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് 0.201. നിങ്ങൾ ചെയ്യുമ്പോഴും കിട്ടും കേട്ടോ. ചെയ്യണേ 0.201. സോ മക്കളെ, ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഇത് അവിടെ നിൽക്കട്ടെ. 0.201 അത് നമുക്ക് ഇതെല്ലാം കൂടെ ചെയ്തപ്പോൾ കിട്ടിയതാണ് അല്ലെ. ഇനി നമുക്ക് പവേഴ്സിന് മാത്രം മാറ്റാം. അതിനെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ 0.201 ഇൻറ്റു 10⁻, എല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആഡ് ചെയ്യാണ്, പവേഴ്സ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ -12 പ്ലസ് 24 പ്ലസ് 21 പ്ലസ് -12 എന്ന് വരും. അപ്പൊ ഈ -24ഉം ഈ 24 ആയപ്പോൾ 12 ആകും അല്ലെ. 12ഉം ഈ -12ഉം കഴിയുമ്പോൾ 0 ആകും. സോ റിമൈനിങ് 0.201 അതുപോലെ ഉള്ളത് ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ 10⁻21 മാത്രം ബാക്കിയാവും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അത്ര കിട്ടി അല്ലെ. സോ ദിസ് ഈസ് ദി ആൻസർ. ഫൈനൽ ആൻസർ ആണ് ന്യൂട്ടൺ ആണ് അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താം. അപ്പോൾ 2.01 ഇൻറ്റു 10⁻20 എന്ന് വേണമെങ്കിലും ഇതിന് എഴുതാം. ഇത് എങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇതുവരെ ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും, ഇത് എഴുതിയാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ദിസ് ഈസ് ദി ആൻസർ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, എന്റെ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഡെസിമൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം അതിനെ മാറ്റുക, പവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെ. ഒരു 0 അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ഒരു പവേഴ്സിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതുപോലെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് 10⁻x ഇൻറ്റു 10⁻y എന്ന് പറയുന്നത് എപ്പോഴും 10⁻x പ്ലസ് y ആയിരിക്കും. അതുപോലെ തന്നെ 10⁻x ഇൻറ്റു 10⁻−y ഇസ് ഈക്വൽ ടു 10⁻x പ്ലസ് -y, ദാറ്റ് ഇസ് ഈക്വൽ ടു 10⁻x-y ആയിരിക്കും. സിമിലർലി നമുക്ക് 10⁻x ഡിവൈഡഡ് ബൈ 10⁻y എന്നാണെങ്കിൽ 10⁻x ഇൻറ്റു 10⁻−y എന്നാണ് വരിക. ദാറ്റ് ഇസ് ഈക്വൽ ടു, നമ്മൾ അഗൈൻ ഇങ്ങോട്ട് പോകും അല്ലെ. ഇങ്ങോട്ട് ചെയ്യുമ്പോൾ 10⁻x-y. ഈ ഒരു കാര്യം ബേസിക് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിൽ വരുന്ന ന്യൂമറിക്കൽസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓക്കെ ആണോടാ? സെറ്റ് ആണോ? So next question is this. എന്താണ്? If the gravitational force between a man weighing 68 kilogram and a woman weighing 52 kilogram is എത്രയാ? 1.48 into 10⁻⁻8 Newton അല്ലെ. ഫോഴ്സ് തന്നിട്ടുണ്ട്. And at what distance are they standing? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് ആ ഇക്വേഷൻ ഇവിടെ അങ്ങോട്ട് എഴുതി കൊടുക്കുക. എന്താ നമുക്ക് അറിയുന്നത്? നമുക്കറിയുന്ന ആകെ ഒരു ഇക്വേഷൻ ആണ്. ഏതാണത്? F is equal to G into M1 M2 divided by D square is the equation. ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? M1 തന്നിട്ടുണ്ട്, M2 തന്നിട്ടുണ്ട്, പിന്നെ F തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഇയാളെയാണ്, ഇയാളെ ഡിസ്റ്റൻസിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ആദ്യം ചെയ്യാം, ഒരു ചേഞ്ച് വരുത്താം അല്ലെ. ഡീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി എഫിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഡീന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടും. അത് ആദ്യം നമുക്ക് എഴുതാം. സോ D square is equal to G into M1 M2 divided by F എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഡിക്കുള്ള ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. D square is equal to എന്നുള്ള ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു അല്ലെ. സെറ്റ് ആണ്. സോ ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് എടുത്തെഴുതാം. ഈ എടുത്തെഴുതുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഈസിയാണ്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും വായിച്ചു പോകേണ്ട കാര്യങ്ങൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ M1 is given. M1 is equal to 68 kilogram.
M2 is equal to 52 kilogram and F is given that is equal to 1.48 into 10 raised to minus 8 Newton. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡെസിമലിൽ എന്താക്കി മാറ്റണം അല്ലെ, പവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ വി വിൽ ഗെറ്റ് 148 into 10 raised to minus 10 Newton എന്ന് നമുക്ക് കിട്ടും. സിമ്പിൾ ആയിട്ട് ഇത്ര എഴുതി കഴിഞ്ഞ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്ത ആൻസർ കിട്ടി. സിമ്പിൾ ആണ് അല്ലെ, ഇത്ര സിമ്പിൾ ആയിട്ട് കിട്ടുന്നത്. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലെ. സോ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഞാൻ ഇക്വേഷൻ ഇവിടെ എഴുതുന്നു, ജി ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ എഫ് ആണ് അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ജിന്റെ വാല്യൂ എത്രയായിരുന്നടാ, 6.67 ഇൻറ്റു 10 raised to minus 11 ആണ് അല്ലെ. 6.6 നമുക്ക് 6.7 ഇൻറ്റു 10 raised to minus 11 എടുത്താൽ മതി കേട്ടോ. നിങ്ങൾ എപ്പോഴും ആ 67 ഉള്ളത് ഒഴിവാക്കിയിട്ട് 6.7 എടുക്കുക. സോ നമുക്കിതിനെ 67 ഇൻറ്റു 10 raised to minus 12 എന്ന് എഴുതാം. സോ ഇവിടെ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾ ഈ ശ്രദ്ധിച്ച ഈ പ്രോബ്ലത്തിൽ നമുക്ക് ജിന്റെ വാല്യൂ തന്നിട്ടേ ഇല്ല അല്ലെ. അതാണ് ഞാൻ പറഞ്ഞത്, ജിന്റെ വാല്യൂ നിങ്ങൾ എപ്പോഴും ബൈ ഹാർട്ട് പഠിക്കുക. അക്യുറേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 6.67 ഇൻറ്റു 10 raised to minus 11 ആണ്. പക്ഷെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ എടുത്താൽ മതി കേട്ടോ. ഡെസിമൽ ഇല്ലെങ്കിൽ 67 ഇൻറ്റു 10 raised to minus 12 അല്ലെങ്കിൽ 6.7 10 raised to minus 11 കേട്ടോ. ഈ വാല്യൂ എടുക്കുക. കറക്റ്റ് വാല്യൂ ഇതാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ ഇതെടുത്ത് പ്രോബ്ലം ചെയ്താൽ മതി. അല്ലെങ്കിൽ ചെറിയ മാറ്റം എന്തെങ്കിലും അപ്രോക്സിമേറ്റ് എന്തെങ്കിലും മാറ്റേ വരുള്ളൂ, പക്ഷെ അത് കുഴപ്പമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 67 ഇൻറ്റു 10 raised to minus 12 ഇൻറ്റു M1 എത്രയായിരുന്നടാ, 68 ആയിരുന്നു അല്ലെ. സോ 68 ഇൻറ്റു M2 എത്രയാ, 52 ആണ്. സോ 52 ഡിവൈഡഡ് ബൈ എഫ് തന്നിട്ടുണ്ട് എത്രയാ, 148 ഇൻറ്റു 10 raised to minus 10. 148 ഇൻറ്റു 10 raised to minus 10. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ട നമ്പേഴ്സിനെ മാത്രം അങ്ങോട്ട് എടുത്ത് എഴുതുക, പവേഴ്സിനെ ഒരു സൈഡിലും ആക്കുക. സോ വി വിൽ ഗെറ്റ് എന്താ കിട്ടുക, 67 ഇൻറ്റു 68 ഇൻറ്റു 52 divided by 148 into 10 raised to minus 10. മേലത്തെ ആൾക്കാർ പവേഴ്സ് ഉണ്ട് അല്ലെ, 10 raised to minus 12 ഉണ്ട്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവരെ ചെയ്ത് തീർക്കുക. ഇത് അങ്ങോട്ട് ചെയ്ത് തീർക്കുക. നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ ഒക്കെ എല്ലാം ചെയ്യാം, എന്ത് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും അല്ലെ. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യാം, സിമ്പിൾ ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ചെയ്യുന്നില്ല. നമുക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഞാൻ ഇവിടെ എഴുതാം. നമുക്ക് കിട്ടുക 1600 ആണ് കിട്ടുക കേട്ടോ. 1600 ആണ് നമുക്ക് കിട്ടുക. ബാക്കിയുള്ള ആൾക്കാർ അതുപോലെ എഴുതും, 10 raised to minus 12 divided by 10 raised to minus 10 അല്ലെ. നമുക്കറിയാം നമ്മൾ ഈ ഡിനോമിനേറ്ററിലുള്ള ആളെ മേലോട്ട് കൊണ്ടുവരണം. അപ്പം 1600 ഇൻറ്റു 10 raised to minus 12, നാളെയുള്ള ആളെ ഞാൻ മേലോട്ട് കൊണ്ടുപോകുമ്പോൾ അയാളുടെ എന്താവും, പ്ലസ് ആയിട്ട് മാറും. 10 raised to minus 10 ഉള്ളത് 10 ആയിട്ട് മാറും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1600 ഇൻറ്റു നമുക്കറിയാം ഇത് ചെയ്യുമ്പോൾ എന്താണ്, -12 പ്ലസ് 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക, -2 എന്ന് കിട്ടും അല്ലെ. 10 raised to minus 2. അപ്പൊ നമുക്ക് എന്താണ് അത് 16,000 -2 എന്ന് പറയുമ്പോൾ 2 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ 16 എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുക കേട്ടോ. 16 എന്ന് കിട്ടുന്നത് നമുക്ക് ഡി സ്ക്വയർ അല്ലേടാ അല്ലെ. ഡി സ്ക്വയർ അല്ലേ നമുക്ക് 16 എന്ന് കിട്ടുന്നത്. സോ വി ഗോട്ട് ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 ആൻഡ് ഡി ഇസ് ഈക്വൽ ടു √16, ദാറ്റ് ഇസ് ഈക്വൽ ടു 4 മീറ്റർ. ഈസി റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. എപ്പോ മാത്രം നിങ്ങൾ ഈ ഡെസിമലിനെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി വരുന്ന ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം എൻ്റെ കുട്ടികൾ ചെയ്യണം. സിമ്പിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഹൗ ഡസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ചേഞ്ച് when the distance between them is doubled? This is the question for you. നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നിങ്ങൾ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള ന്യൂമറിക്കൽസ് ആയാലും ഇതുപോലെയുള്ള പ്രോബ്ലംസ് ആയാലും നിങ്ങൾക്ക് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിലും ഫണ്ടമെന്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞു തരും. നിങ്ങൾ ഫീഡ്ബാക്കും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുക കേട്ടോ. സോ എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ചെറിയൊരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കറിയാം ആദ്യം എന്താണ് വേണ്ടത്, എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്ന് നമ്മൾ എപ്പോഴും ഒരു സൈഡിൽ എഴുതിയിരിക്കണം.
എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ള കണ്ടീഷൻസ് എഴുതുക. എന്തൊക്കെയാണ്? ഹൗ ഡസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ചേഞ്ച് വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇസ് ഡബിൾഡ്. ഡിസ്റ്റൻസ് മാത്രം ഡബിൾ ആക്കുന്നത്, മാസം ഒന്നും ചെയ്യുന്നില്ല. സോ M1 എന്താണ്? M1 തന്നെയാണ്. M2 എന്താണ്? M2 തന്നെയാണ്. ബിക്കോസ് M1നെ കുറിച്ചും M2നെ കുറിച്ചും യാതൊരു മാറ്റം വരുത്തിയതായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പൊ അതുപോലെ എഴുതുന്നു. ദെൻ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? 2D ആക്കി മാറ്റുന്നില്ല അല്ലെ? ഡബിൾ ആക്കുക മീൻസ് 2 into D, ദാറ്റ് ഇസ് 2D. ജസ്റ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ അല്ലെ, F ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ്? G into M1 M2 ഡിവൈഡഡ് ബൈ D എന്നുള്ളത് 2D. 2D ഹോൾ സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കമന്റ് ആയിട്ട് അറിയിക്കണം. ഞാൻ നോക്കാം എത്ര പേര് നന്നായിട്ട് എഴുതുന്നുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. സോ അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്.